ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മുൻ വർഷങ്ങളിൽ വന്ന 4 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. സ്വാർത്ഥനായ മനുഷ്യൻ സമ്മതിക്കയില്ല, ഒന്നില്ലാതെ പെറുക്കിയെടുക്കും. മനുഷ്യന് എത്ര തിന്നാലും തികയുകയില്ലല്ലോ. തേൻവരിക്ക എന്ന പാഠഭാഗത്തിലെ ഒരു കഥാസന്ദർഭമാണ്. പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുന്നതിനോടുള്ള കഥാകൃത്തിൻ്റെ പ്രതികരണമാണോ ഈ വാക്കുകളിൽ തെളിയുന്നത്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. മനുഷ്യന് ആവശ്യത്തിനുള്ളതെല്ലാം പ്രകൃതി നൽകുന്നുണ്ട്. പക്ഷേ അവൻ്റെ ആർത്തി ഒരിക്കലും അടങ്ങുകയില്ല. മനുഷ്യന് ഉള്ളതെല്ലാം പ്രകൃതി നൽകുന്നുണ്ട്, പക്ഷേ മനുഷ്യൻ്റെ ആർത്തി ഒരിക്കലും അടങ്ങുകയില്ല. അതുകൊണ്ടാണ് അവൻ പ്രകൃതിയെ നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം പ്രകൃതി നൽകുന്നുണ്ട്, എന്നാലും മനുഷ്യൻ്റെ ആർത്തി അല്ലെങ്കിൽ ദുരാഗ്രഹം ഒരിക്കലും അടങ്ങുകയില്ല. അതുകൊണ്ട് അവൻ പ്രകൃതിയെ നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പഴുത്ത ചക്കയിൽ നിന്ന് കിളികൾ ചൂള തിന്ന് ഒരു കുരു താഴെ വീഴ്ത്തുന്നത് പ്ലാവിൻ്റെ വംശവർധനയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ മനുഷ്യൻ അതുകൂടി തിന്നു. മറ്റുള്ളവർക്കായി കരുതലോടെ ജീവിക്കുന്ന പ്രകൃതിയുടെ നന്മയല്ല, ആർത്തിയും സ്വാർത്ഥതയുമാണ് മനുഷ്യനുള്ളത്. പ്രകൃതിയെ മനുഷ്യൻ അമിതമായി ചൂഷണം ചെയ്യുന്നതിനോടുള്ള കഥാകൃത്തിൻ്റെ പ്രതികരണമാണ് ഈ കഥാഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മറ്റൊരു വണ്ടിക്കാള മാനുഷാകാരം പൂണ്ടി അറ്റത്തു വണ്ടി കയ്യിലിരിപ്പു കൂനിക്കൂടി. കാളകളുടേതിന് തുല്യമാണോ വണ്ടിക്കാരൻ്റെ ജീവിതം? കാളകൾക്കും വണ്ടിക്കാരനും തമ്മിലുള്ള സാമ്യം കണ്ടെത്തി വിശകലനം ചെയ്യുക. അപ്പോൾ ഒരു വിശകലന കുറിപ്പാണ് പറഞ്ഞിരിക്കുന്നത്. കാളയുടെ അതേ ഒരു വണ്ടിക്കാളയെയും കാളവണ്ടിക്കാരനെയും സാമ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അതിനെന്താണ് കാരണം? അതിനെക്കുറിച്ചൊരു വിശകലന കുറിപ്പ് തയ്യാറാക്കുക. കാളകൾ പാതകൾ തോറും വണ്ടിയും വലിച്ച് നടക്കുന്നത് പോലെയാണ് വണ്ടിക്കാരൻ ദുരിതങ്ങളുടെ മാറാപ്പും പേറി ജീവിതപാതയിലൂടെ നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സാമ്യം എന്താണ്? കാളകൾ പാതകൾ തോറും വണ്ടിയും വലിച്ച് നടക്കുകയാണ്. അപ്പോൾ പാതകൾ തോറും വണ്ടിയും വലിച്ച് നടക്കുന്നതിന് സമമാണ് വണ്ടിക്കാരൻ എന്താണ് വലിച്ചു നടക്കുന്നത്? ദുരിതങ്ങളുടെ മാറാപ്പ് പേറി ജീവിതപാതയിലൂടെ നടക്കുന്നു. കാളകൾ പാതകൾ തോറും വണ്ടിയും വലിച്ച് നടക്കുന്നത് പോലെയാണ് വണ്ടിക്കാരൻ ദുരിതങ്ങളുടെ മാറാപ്പും പേറി ജീവിതപാതയിലൂടെ നടക്കുന്നത്. ദീർഘദൂരം സഞ്ചരിച്ച് കാളകളുടെ കാലുകൾ തേനിരിക്കുന്നു. അതുപോലെ ദുർഘടം നിറഞ്ഞ ജീവിതം താണ്ടി താണ്ടി കാളവണ്ടിക്കാരൻ്റെയും കാലുകൾ തേനിരിക്കുന്നു. അപ്പോൾ കുറേ ദൂരം സഞ്ചരിച്ചാൽ നമ്മുടെ കാലുകൾ തളരും. അതേപോലെ സഞ്ചരിച്ച് കാളകളുടെ കാലുകൾ തേനിരിക്കുന്ന പോലെ ഈ ദുർഘടം നിറഞ്ഞ ജീവിതം താണ്ടി താണ്ടി കാളവണ്ടിക്കാരൻ്റെയും കാലുകൾ തേനിരിക്കുന്നു. തുടരെ ദൗർഭാഗ്യങ്ങളുടെ പ്രഹരമേറ്റ് കരഞ്ഞ് കണ്ണീർ പോലും വറ്റിയിരിക്കുന്നു. അപ്പോൾ അടിക്കടിയുള്ള ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളുടെ പ്രഹരമേറ്റ് കരഞ്ഞ് കണ്ണീർ പോലും വറ്റിയിരിക്കുന്നു. കാളകളുടേതുപോലെയുള്ള നിർവികാരതയാണ് അയാളുടെ കണ്ണുകളിലും. കാളകളെ പ്രഹരിക്കുമ്പോൾ അടിയേറ്റ് അവയുടെ ദേഹത്ത് മുറിവുണ്ടാകും. അതുപോലെ ദുരിതങ്ങളുടെ നിലയ്ക്കാത്ത പ്രഹരം സഹിക്കുന്നത് കൊണ്ട് കാളവണ്ടിക്കാരൻ്റെ മനസ്സാകെ പുണ്ണു പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ കാളകളുടേതിന് തുല്യമായ ദുരിതപൂർണമായ ജീവിതമാണ് കാളവണ്ടിക്കാരൻ്റെ എന്ന് കവി പറയുന്നു. അപ്പോൾ കാളവണ്ടിക്കാരൻ്റെയും അതേപോലെ തന്നെ കാളയുടെയും ജീവിതം ഒരുപോലെയാണ്. അതിന് പറഞ്ഞ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുൻവർഷ ചോദ്യപേപ്പറിൽ വന്നൊരു ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വടക്കൻ പാട്ടുകളുടെ ചില പ്രധാന സവിശേഷതകൾ താഴെ തന്നിരിക്കുന്നു. വീരാരാധനപ്രദമായ കഥകൾ, നാട്ടുഭാഷയുടെ ശക്തിയും സൗന്ദര്യവും. ഈ സവിശേഷതകൾ മതിലേരി കന്നിയിൽ എത്രത്തോളം തെളിഞ്ഞു കാണുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. അപ്പോൾ വടക്കൻ പാട്ടിൻ്റെ ചില പ്രധാന സവിശേഷതകളാണ്. വടക്കൻ പാട്ടിലെ പ്രധാന ഇതിവൃത്തം എന്താണ്? വീരാരാധനയാണ്. ഓക്കെ. നാട്ടുഭാഷയുടെ ശക്തിയും സവിശേഷതയും അത് മതിലേരി കന്നി എന്ന പാഠഭാഗത്തിൽ എത്രത്തോളം തെളിഞ്ഞു കാണുന്നുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായക്കുറിപ്പ് എഴുതാനാണ്.
വീരാരാധന പ്രധാനങ്ങളായ കഥാഗാനങ്ങളാണ് വടക്കൻ പാട്ടുകളിൽ അധികവും. സ്ത്രീകൾക്ക് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉന്നത സ്ഥാനം ഈ പാട്ടുകളിലെല്ലാം തെളിഞ്ഞു കാണാം. അപ്പോൾ വീരാരാധനയാണ്, അതാണ് പ്രധാനപ്പെട്ട ഇതിവൃത്തം. പാട്ടിൻ്റെ വടക്കൻ പാട്ടുകളിൽ അധികവും വീരാരാധന പ്രധാനങ്ങളായ കഥാഗാനങ്ങളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉന്നത സ്ഥാനം ഈ പാട്ടുകളിലെല്ലാം തെളിഞ്ഞു കാണാം. അവർ കളരിമുറകൾ അഭ്യസിക്കുന്നതും പടപൊരുതുന്നതും അംഗം ജയിക്കുന്നതുമെല്ലാം അസാധാരണമായിരുന്നില്ല. ഇതിനുദാഹരണമാണ് മതിലേരി കന്നിയുടെ കഥ. ചിറക്കര വാഴുന്നവരുടെ ഏക മകളായ കന്നിയെ ആണിൻ്റെ തൻ്റെടത്തോടും പെണ്ണിൻ്റേതായ ഒതുക്കത്തോടു കൂടിയാണ് വളർത്തിയത്. കന്നി തൻ്റെ ഭർത്താവിനെ യുദ്ധത്തിൽ സഹായിക്കുന്നതും വിജയിപ്പിക്കുന്നതുമാണ് കാവ്യത്തിൽ വിവരിക്കുന്നത്. നാട്ടുഭാഷയുടെ ശക്തിയും സൗന്ദര്യവുമെല്ലാം ഈ കാവ്യഭാഗത്ത് കാണാം. കിടുകിട, ഉടയോനെ, എരിപൊരിയങ്കം, ഓല്, മാളിയേമലി, വെച്ചെനക്ക്, കാരണ്ടാലോ തുടങ്ങിയ പദങ്ങളെല്ലാം നാട്ടുഭാഷയുടെ ലാളിത്യവും ശക്തിയും വിളിച്ചോതുന്നതാണ്. അപ്പോൾ പണ്ടത്തെ വടക്കൻ പാട്ടുകളിൽ അധികവും എന്താണ്, വീരാരാധന പ്രധാനങ്ങളായ കഥാഗാനങ്ങളാണ്. പിന്നെ നമുക്ക് പറയേണ്ടുന്ന ഒരു പോയിന്റ്, സ്ത്രീകൾക്ക് അന്ന് പണ്ടത്തെ കാലത്ത് എന്താണ് സമൂഹത്തിൽ ഉന്നത സ്ഥാനമായിരുന്നു നിലനിന്നിരുന്നത്. അത് ഈ പാട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അവർ സ്ത്രീകൾ കളരിമുറകൾ അഭ്യസിക്കുന്നത് പടപൊരുതുന്നതും അംഗം ജയിക്കുന്നതൊക്കെ അവിടെ സാധാരണമായിരുന്നു. അതൊരു പ്രത്യേകമായൊരു സംഭവമായിരുന്നില്ല, എല്ലാവരും ചെയ്തിരുന്ന ഒരു കാര്യമാണ്, ഏറെക്കുറെ എല്ലാവരും. അപ്പോൾ കളരിമുറകൾ അഭ്യസിക്കുന്നതും പടപൊരുതുന്നതും അംഗം ജയിക്കുന്നതും എല്ലാം അസാധാരണമായിരുന്നില്ല. ഇനി അടുത്ത 4 മാർക്കിൻ്റെ ചോദ്യം ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അവർക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആ പ്രകാശം എന്നെ വല്ലാതെ സ്പർശിച്ചു. സ്നേഹത്തിൻ്റെ നടുവിലിരിക്കുന്നത് പോലെയുള്ള ഒരു സ്വസ്ഥതയും സമാധാനവും സന്തോഷവും മനസ്സിലുണ്ടായി. ജീവിതം ഒരു പ്രാർത്ഥന എന്ന പാഠഭാഗത്തിലെ ഒരു കഥാസന്ദർഭമാണ്. ഇനി അടുത്തത് നോക്കാം. 2 ടാക്സിക്കാർ എന്ന പാഠഭാഗത്തു നിന്നുള്ള ഒരു കഥാസന്ദർഭമാണ്. രാം ഗോപാൽ ഇരുളിൽ മറിഞ്ഞുപോയി, എന്നാൽ ഇന്നും പ്രകാശത്തോടെ അയാൾ എൻ്റെ മനസ്സിൽ ജീവിക്കുന്നു. 2 ടാക്സിക്കാർ. സ്നേഹത്തെക്കുറിച്ച് KM മാത്യുവും ഗുരു നിത്യചൈതന്യയതിയും പറയുന്ന വാക്കുകളാണിവ. 2 സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് സ്നേഹം ജീവിതത്തിൻ്റെ പ്രകാശം എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. സ്നേഹപ്രകാശത്തിന് നടുവിൽ ഇരിക്കുന്ന അനുഭവമാണ് KM മാത്യുവും ഗുരു നിത്യചൈതന്യയതിയും പങ്കുവയ്ക്കുന്നത്. ഭാര്യ ഉണ്ടായിരുന്ന കാലത്തൊന്നും KM മാത്യു വീട്ടിലെ സഹായികളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നില്ല. സഹായികളുടെ കുടുംബത്തിന് വേണ്ട കരുതലും സ്നേഹവുമെല്ലാം നൽകി അന്നമ്മ വീട്ടിൽ ഒരു സ്നേഹ കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തിരുന്നു. അന്നമ്മയുടെ മരണത്തോടെ വീടിൻ്റെ ചുമതല ഏറ്റെടുത്ത KM മാത്യു സഹായികളുടെ സ്നേഹത്തിൻ്റെ തീവ്രത അനുഭവിച്ചറിയുന്നു. ഒരു നിർണായക ഘട്ടത്തിൽ തനിക്ക് സഹായമായെത്തിയ രാംഗോപാൽ എന്ന ടാക്സി ഡ്രൈവറെയാണ് നിത്യചൈതന്യയതി സ്മരിക്കുന്നത്. തീവണ്ടിയിൽ തൻ്റെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വേളയിൽ അത് തിരികെ പിടിക്കാൻ വേണ്ട എല്ലാ സഹായവും ഒരു ടാക്സി ഡ്രൈവർ ഒരുക്കി കൊടുക്കുന്നു. ആരെന്ന് പോലും അറിയാത്ത ഒരാളിൻ്റെ സ്നേഹത്തിൻ്റെ തീവ്രത അദ്ദേഹം അനുഭവിച്ച സന്ദർഭമാണിത്. കാഴ്ചയില്ലാത്ത കണ്ണമ്മയാണ് താൻ. തൻ്റെ ലോകം വളരെ വളരെ ഇടുങ്ങിയതാണ്, മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത വിധം. തൻ്റെ ലോകം വളരെ ഇടുങ്ങിയതാണ് എന്ന വാക്കിൽ തെളിയുന്ന കണ്ണമ്മയുടെ മാനസികാവസ്ഥ എന്തെല്ലാം. കാഴ്ചയുടെ ലോകം അന്യമായ കണ്ണമ്മയുടെ ലോകം ഇരുട്ട് നിറഞ്ഞതാണ്. അനാഥത്വത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ലോകത്തിൽ ജീവിക്കേണ്ടി വരുന്ന കണ്ണമ്മയുടെ വേദനയും ഏകാന്തതയും ഈ വാക്കുകളിൽ കാണാം. അപ്പോൾ അനാഥത്വമാണ്, അനാഥയാണ്, അന്ധകാരമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോകത്തിൽ ജീവിക്കേണ്ടി വരുന്ന കണ്ണമ്മയുടെ വേദനയാണ് ഈ ഒരു വാക്കുകളിൽ. എൻ്റെ ലോകം വളരെ ഇടുങ്ങിയതാണ്, മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത വിധം. കൂട്ടുപിടിക്കാൻ ആരുമില്ല, അനാഥയാണ്. അതേപോലെ വെളിച്ചമില്ല, ചുറ്റും ഇരുട്ടാണ്. അങ്ങനെ അനാഥത്തിൻ്റെയും അന്ധകാരത്തിൻ്റെ ലോകത്തിൽ ജീവിക്കേണ്ടി വരുന്ന കണ്ണമ്മയുടെ വേദനയും ഏകാന്തതയും ഈ വാക്കുകളിൽ കാണാം.
തൻ്റെ പരിമിതികൾ അംഗീകരിച്ചുകൊണ്ട് തൻ്റേതായ ലോകത്തിൽ ഒതുങ്ങിക്കൂടാൻ അവൾ ആഗ്രഹിക്കുന്നു. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ കാഴ്ചയുടെ ലോകം അന്യമായ കണ്ണമ്മയുടെ ലോകം ഇരുട്ട് നിറഞ്ഞതാണ്. അനാഥത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ലോകത്തിൽ ജീവിക്കേണ്ടി വരുന്ന കണ്ണമ്മയുടെ വേദനയും ഏകാന്തതയും ഈ വാക്കുകളിൽ കാണാം. തൻ്റെ പരിമിതികൾ അംഗീകരിച്ചുകൊണ്ട് തൻ്റേതായ ലോകത്തിൽ ഒതുങ്ങിക്കൂടാൻ അവൾ ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. കണ്ണമ്മയ്ക്ക് കുപ്പിവളകൾ സമ്മാനിച്ച റോസിയുടെ പ്രവൃത്തിയെ എങ്ങനെ വിലയിരുത്തുക? ഒരു വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കാനാണ്. അനാഥാലയത്തിലെത്തിയ അതിഥിയുടെ മകളാണ് റോസി. സ്നേഹം, ദയ, അനുതാപം എന്നിവയെല്ലാം അവളിൽ കാണാം. മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണമ്മ അനുഭവിക്കുന്ന വിഷമതകൾ മനസ്സിലാക്കാൻ അവൾക്ക് കഴിയുന്നു. അപ്പോൾ കണ്ണമ്മയുടെ വിഷമതകൾ മനസ്സിലാക്കാൻ റോസിക്ക് കഴിയുന്നു. കണ്ണമ്മ സ്നേഹവും പരിഗണനവും അർഹിക്കുന്ന ആളാണെന്ന തിരിച്ചറിവ് റോസിക്കുണ്ട്. തന്നെപ്പോലെ മറ്റുള്ളവരും സന്തോഷിച്ച് കാണണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. തനിക്കുള്ളത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി പങ്കുവയ്ക്കാനുള്ള മനസ്സ് അവൾക്കുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ബോംബെ പട്ടണത്തിലെ ഒരു ടാക്സി ഡ്രൈവർ ഇമ്മാനുവൽ കാന്റിൻ്റെ പുസ്തകത്തിൽ നിന്ന് സമുചിതമായ ഒരു ഉദ്ധരണി തെറ്റുകൂടാതെ പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ അന്തം വിട്ടുപോയി. ഈ ജീവിത സന്ദർഭം ലേഖകന് നൽകിയ തിരിച്ചറിവുകൾ എന്തെല്ലാം? ടാക്സി ഡ്രൈവർമാർ അറിവില്ലാത്തവരായിരിക്കും എന്ന ധാരണയാണ് നിത്യചൈതന്യയതിക്കും സുഹൃത്തിനും ഉണ്ടായിരുന്നത്. അവർ കാറിലിരുന്ന് തത്വചിന്തയെക്കുറിച്ച് ചർച്ച ചെയ്തു. അയാൾ തങ്ങളെപ്പോലെ അറിവുള്ളവനാണെന്ന നിമിഷം അദ്ദേഹത്തിന് അതുവരെ ഉണ്ടായിരുന്ന ധാരണ കൂടിയാണ് തിരുത്തപ്പെട്ടത്. ആരെയും നിസ്സാരരായി കാണരുത് എന്ന് ഈ അനുഭവത്തിൽ നിന്ന് നിത്യചൈതന്യയതി പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആയക്കോൻ തന്നെ കാന്തിയായുള്ളൊരു പീയൂഷവാരിതൻ പൂരം തന്നെ കോരി നിറച്ചു കൊണ്ടെന്നുടെ കണ്ണിണ പാരം കുളിർപ്പിച്ചു നിൽപ്പനോ ഞാൻ. ഈ വരികളിലെ കാവ്യപരമായ 2 സവിശേഷതകൾ എഴുതുക. അപ്പോൾ ഈ വരികളിലെ കാവ്യപരമായ 2 സവിശേഷതകൾ എഴുതാനാണ്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. കൃഷ്ണൻ്റെ ഭംഗിയെ വർണ്ണിക്കുകയാണ് കവി. കൃഷ്ണൻ്റെ കാന്തി അമൃത് നിറഞ്ഞ സമുദ്രത്തിന് തുല്യമാണ് എന്നാണ് കവി കൽപ്പിക്കുന്നത്. അതേപോലെ വരികളിലെ 2ാമത്തെ അക്ഷരം ഒരുപോലെ വരികയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദ്വിതീയാക്ഷര പ്രാസമാണ്. അപ്പോൾ കൃഷ്ണൻ്റെ ഭംഗി വർണ്ണിക്കുന്നതാണ് ഈ വരികൾ. അതേപോലെ തന്നെ വരികൾ, അതായത് വാക്കുകൾ ആവർത്തിച്ചു വന്നതുകൊണ്ട് തന്നെ, അക്ഷരം ആവർത്തിച്ചു എന്നതുകൊണ്ട് തന്നെ ദ്വിതീയാക്ഷര പ്രാസമാണ്.